ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ദേര ബാബ നാനാക്കിൽ നിന്ന് അവിടെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അമൃത്സറിലേക്ക് പോണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ തേര ബാബ നാനാക്കിലെ വലിയൊരു ഗുരുദ്വാരുണ്ട്. അതിൻ്റെ അവിടേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ്. ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഉത്സവത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പിന്നെ തെരുവച്ചവടക്കാരും മറ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു തിരക്കാണ് ഇവിടെ. നല്ല കളർഫുള്ളാണ്. പൊതുവേ ഇവിടെ ജനങ്ങൾ കുറവാണ്. ഈ തേരാബാബ നാനാക്കിൽ 2011 കണക്ക് പ്രകാരം ഇവിടെ ആകെ 6394 പേരാണുള്ളത്. അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ ഓരോ കാഴ്ചകൾ അങ്ങനെ കാണാം. ഞാൻ എന്തോ ഒരു കലക്കി ഉണ്ടാക്കുന്നുണ്ട് ഈ ചങ്ങാതി. നോക്കട്ടെ. पंजाबी वाला क्या है? पापा टिक्की। पापा टिक्की? हाँ। ये क्या है? अंदर क्या है? इसके भांग, भोले शंकर का भांग। महिलांची महिलांची. हाँ, खाया नहीं कभी? गाय नहीं? आपने नहीं खाया? गाय नहीं? क्या करता हूँ? क्या करता? गाना? इसको खाते हैं। कितना चार्ज है? कितना चार्ज? ഈ കാണുന്ന ഇല ഉണ്ടല്ലേ, ഈ കാണുന്ന ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ പപ്പടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ കണ്ടത്. അതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ചുടുന്നുണ്ട്. ഒരു പച്ച കളറാണ്. കണ്ടാൽ മൈലാഞ്ചി അരച്ച പോലെ തോന്നും. അതൊന്നായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് അതിൻ്റെ ഇല ഇവിടെ. എല്ലാ നാട്ടിലും ഉത്സവപ്പറമ്പിൽ ഓരോ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പഞ്ചാബിലിവിടെ ഉത്സവപ്പറമ്പിൽ കുട്ടികളുടെ ഒരു സർക്കസാണ്, ഒരു അരിപ്രശ്നമാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ ഒന്ന് കാണാം. പാവങ്ങളാണ്. ഞാൻ കുറച്ച് അത്യാവശ്യം നല്ലൊരു പൈസ കൊടുത്തിട്ടുണ്ട്, അത്രയൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അവിടുന്ന് മടങ്ങുകയാണ്. ഇതുണ്ടല്ലേ, ഇവിടെ ഉത്സവത്തിൻ്റെ അങ്ങോട്ടേക്ക് പിന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ വണ്ടിയിലാണ്. ഈ പഞ്ചാബിലൊരു അവസ്ഥ അങ്ങനെയാണ്. ഓട്ടോറിക്ഷയിലല്ല, ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടി പോരാൻ ഇങ്ങനത്തെ വണ്ടി തന്നെ വേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ നടന്നു പോകണേ. എങ്ങോട്ടേക്കാണെന്നറിയോ നടക്കുന്നത്? നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. നേരെ ഇനി അമൃത്സറിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ദേരാ ബാബ നാനാക്കിന്ന് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മളുടെ ബസ്, ഗോൾഡൻ ടെമ്പിൾ എക്സ്പ്രസ്. ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്, പുറപ്പെടാനായിട്ടില്ല. അപ്പോൾ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറുകയാണ്. എനിക്ക് പറ്റിയൊരു സീറ്റ് എടുക്കണം. എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നുണ്ട്, കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഇവിടുന്ന് നമുക്ക് അമൃത്സറിലേക്കുള്ള വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇപ്പോൾ സമയം 2:30 മണിയായിരിക്കുന്നു ഉച്ചക്ക്. ഏകദേശം ഒരു 4:30 മണിയോട് ബന്ധപ്പെട്ടിട്ട് എത്തുന്നതാണ് നമ്മുടെ കണ്ടക്ടർ പറഞ്ഞിട്ടുള്ളത്. 60 രൂപയാണ്
ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാർജ് ബസ്സിന്. ട്രെയിനുണ്ട്, അതിന് 35 രൂപയാണ്. ട്രെയിന് രാവിലെ പുലർച്ചെ ഒന്നും പിന്നെ മടക്കം രാത്രി ഒന്നും ഉള്ളത് ആകെ. നമ്മുടെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രൈവർ. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇവിടെ പിന്നെ ലേഡീസ് ജെൻസ് എന്ന് കണക്കൊന്നുമില്ല, എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ ഒന്ന് കയറി കുത്തിരിക്കും, പെണ്ണുങ്ങളൊക്കെ. എനിക്ക് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഞാൻ ഫ്രണ്ടിലായിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് കാഴ്ചകൾ കാണാം, നല്ല വീഡിയോസ് എടുക്കുക. മറ്റേ സൈഡിൽ കൂടി പോകുന്ന സമയത്ത് ആ സൈഡ് വ്യൂ മാത്രം നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഫ്രണ്ട് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങോട്ട് കവർ ചെയ്യാം. അപ്പോൾ അതൊരു റൗണ്ട് അബൌട്ടാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ പോകണം. ഇവിടുത്തെയൊക്കെ റോഡുകളൊക്കെ വീതി കുറവാണ്, കുണ്ടും കുഴിയൊന്നും അധികം കാണുന്നില്ല. 2 ഭാഗം കൃഷിത്തോട്ടങ്ങളാണുള്ളത്, അപ്പുറം അപ്പുറമൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് കണ്ട് അങ്ങനെ പോവാം. ഈ ബസ്സിൽ പഞ്ചാബി അല്ലാത്ത വേറൊരാൾ, അന്യസംസ്ഥാനക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നെങ്ങനെ ഒരു പിന്നെ അദൃശ്യ ജീവനെ പോലെ നോക്കി കാണുന്നുണ്ട്. കാരണം ഇവരെ കോലം കാര്യങ്ങളല്ലല്ലോ എൻ്റെ കോലം. ഇതൊക്കെ വഴിയിലിങ്ങനെ പല പരിപാടികളുണ്ട്. ഇവർക്ക് കാര്യമായിട്ട് പരിപാടി ഭക്ഷണവും വെള്ളവും ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒരു സംഭവം ഉള്ളത്. ഇതാണ് ടിക്കറ്റ്. 50, 10, 60. ഇത് കരിമ്പ് ജ്യൂസാണ്. ഇത് ഒരു രസമാണ് ഇതിൻ്റെ കഥ. ഇത് ആദ്യം എന്താണെന്ന് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ഗ്ലാസ്സൊക്കെ മടക്കി കൊണ്ടുപോവുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വഴിയിൽ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ബസ് നിർത്തിയിട്ട് ഫ്രീ ആയിട്ട് അവർ എല്ലാവർക്കും കൊടുക്കണം. അവൻ കൊണ്ടുപോകാത്ത പയ്യനാണ്, അവൻ താഴേക്ക് കൊണ്ടുപോയി കുടിച്ച ഗ്ലാസ്സുകൾ. ആദ്യം ഞാൻ കുടിച്ചിട്ടില്ല, പിന്നെ ഡ്രൈവർ പറഞ്ഞത് കുടിച്ചോ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് കുടിച്ചു. കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 സംഭവം, അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു കരിമ്പ് ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തുള്ളി വെള്ളമില്ല. കാരണം എന്താ വെച്ചാൽ വെറും കരിമ്പ് കൊണ്ട് മാത്രം. ഇത് പിന്നെ ഇവിടെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇതാണ് ആ സംഭവം. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കരിമ്പിൻ്റെ തോട്ടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇഷ്ടംപോലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ അവൻ ഇനിയും ഗ്ലാസ് ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഒന്നോന് ലീവാണ്, സ്കൂൾ ലീവാണ്. അപ്പോൾ അവൻ്റെ അച്ഛനെ സഹായിക്കുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ, ഒരാൾക്കൊരു പൈസ ഇല്ല. ഈ പഞ്ചാബിൽ പൊതുവേ കണ്ട ബൈക്കറൊക്കെ നിർത്തിയിട്ട് കുടിക്കുന്നുണ്ട്. കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് നല്ല ഇതിനും നല്ല തണുപ്പുണ്ട്. പിന്നെ കരിമ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ബ്ലാക്ക് കളറാണ്. കാരണം കംപ്ലീറ്റ് ഒരു കറുത്ത കളറുള്ള കരിമ്പാണ്. നമ്മുടെ നാട്ടിൽ വെള്ളത്തോലുള്ള കരിമ്പല്ല ഉണ്ടാവാറുള്ള. നല്ല കരിമ്പ് ജ്യൂസ് തന്നെ അടിപൊളി കരിമ്പ് ജ്യൂസാണ്. ഈ ഞായറാഴ്ചകളിൽ ഒരു പൊതുവെ ഇങ്ങനെ ഈ പഞ്ചാബികൾ ഇങ്ങനെ പോകുന്ന ഈ പല സ്ഥലങ്ങളിലും അവരിങ്ങനെ ഷെഡ് കെട്ടിയിട്ട് പിന്നെ അവരെല്ലാവരും കൂടി പിന്നെ ആ ഷെഡിലിരുന്നിട്ട് അവിടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ അവിടെ തന്നെ ചെയ്തിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടി കഴിക്കുന്നൊരു പരിപാടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമാണ്. ഇതുണ്ട്, ഇതിവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ചപ്പാത്തിയും ദാലും ചപ്പാത്തിയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തന്നെ വരുള്ളത്. പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് അതിൻ്റെ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ വഴിയിൽ വരുന്ന യാത്രക്കാരൊക്കെ ഭക്ഷണം കഴിക്കും. പിന്നെ നമുക്ക് വേണേൽ ബസ് നിർത്തിയിട്ട് വേണേൽ നമുക്കും കഴിക്കാം. ഇതിപ്പോൾ യാത്രക്കാർ പലരും നിർത്തിയിട്ടുണ്ട് ഇതിൽ വരുന്ന ബൈക്കിലും ഇതിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം ഉള്ളത് ഈ പഞ്ചാബിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ദേരാ ബാബ നാനാക്കിൽ ആകെ 6394 പേരാണ് ഈ 2011 സെൻസസ് പ്രകാരമുള്ളത്. അതിൽ പൗതിയും ഏകദേശം ഒരു 3331 പുരുഷന്മാരും പിന്നെ 3063 സ്ത്രീകളാണ് ഉള്ളത്. പൊതുവെ ജനസംഖ്യ കുറവാണ് ഈ ദേരാ ബാബ നാനാക്കിൽ. പിന്നെ ഈ ഉത്സവത്തോട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരും. ഇവിടെ അങ്ങനെ ഈ സിഖുകാരുടെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ സ്ഥലമാണ് ഈ ദേരാ ബാബ നാനാക്ക്. ഈ രവി നദിയുടെ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. രവി നദി പാകിസ്ഥാനിലാണുള്ളത്. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഒരു പരിസരത്താണ് പിന്നെ ഈ ദേരാ ബാബ നാനാക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആദ്യത്തെ സിഖ് ഗുരുവായ ഗുരു നാനാക്കിൻ്റെ മൂത്ത മകനുണ്ട് തഹ്ലി സാഹിബ്. അദ്ദേഹം ഇവിടെ നിന്ന് താമസാക്കിയിരുന്നു ഈ ദേരാ ബാബ നാനാക്കിൽ. അന്ന് അതിൻ്റെ പേര് പക്കേക്കോ മഹ്മാരൻ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. പിന്നെ അത് പിന്നെ കർത്താർപൂർ എന്നുള്ള
പേര് മാറ്റിയിട്ടാണ്. ഇപ്പോൾ ആ ഭാഗം പാകിസ്ഥാനിലാണുള്ളത്, കർത്താർപൂർ ഉള്ളത്. അങ്ങനെ പിന്നീട് കർത്താർപൂരിലാണ് വലിയ ഇവരെ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അതേ മോഡലിലെ വലിയ ടെമ്പിളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിരുന്നത് ആടാണ്. ആടുകളങ്ങനെ നടത്തി കൊണ്ടുപോവാണ്. ഇവിടെ കൂടുതലും കർഷകരാണ്, ഈ കന്നുകാലി കർഷകർ, ആട് കൃഷി, പിന്നെ ഫ്രൂട്ട്സുകൾ, ബസുമതി, റൈസ്, ഒരുപാട് കൃഷിത്തോട്ടങ്ങളുള്ള സ്ഥലമാണ്. നല്ല കാലാവസ്ഥയൊക്കെയുള്ളൊരു ഭാഗമാണ് ഈ പഞ്ചാബ് എന്നുള്ളത്. ദേരാ ബാബ നാനാക്കിലൊക്കെ കോളിഫ്ലവറൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പൊതുവെ. അവിടെ തണുപ്പ് ഉള്ള സമയത്ത് കോളിഫ്ലവർ നല്ല ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ബസ്. ആ മുന്നിലുണ്ടല്ലോ, അതാണ് ആടുകൾ. നേരത്തെ അപ്പുറത്ത് വന്നത് ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. ആടിനെ മേയ്ക്കാൻ ഒരാളുണ്ട്. കാശ്മീരിലും ഇതേപോലെ ആടിനങ്ങനെ നടത്തിക്കൊണ്ടുപോകും. 100-300 കിലോമീറ്ററൊക്കെ ആടുകൾ നടന്നു പോകുന്നത് കാണാം. അതായത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് ആടുകൾ ഇങ്ങനെ നടന്നു പോകുന്നതാണ് റോട്ടിൽ. ചെമ്മരിയാടുകൾ. ഇത് ചെമ്മരിയാടല്ല, ഇത് നമ്മുടെ സാധാരണ കോലാട് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അങ്ങനത്തെ ആടാണ്. ഇത് ദേരാ ബാബ നാനാക്ക് നിന്ന് വരുന്ന സമയത്തുള്ള ഒരു വേറൊരു മെയിൻ ബസ് സ്റ്റാൻഡും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം. പഞ്ചാബിലുള്ള എല്ലാവരും സിക്കാരല്ല, സിക്കാരും ഇത് ട്രെയിനാണ്, റെയിൽവേ ട്രാക്ക് ആണിത്. പഞ്ചാബിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചാബിൽ ഈ തലയിൽ കെട്ടിയിറക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഡ്രൈവറെ കണ്ടില്ലേ, അദ്ദേഹം തലയിൽ കെട്ടൊക്കെ ഉള്ള ആളാണ്. മറ്റേ ആ ഒരു സാധനം കിട്ടുന്നവർ മാത്രമാണ് സിഖുകാരുള്ളത്. പിന്നെ ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കൾക്കായിട്ട് വേറെ ക്ഷേത്രവും കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് പഞ്ചാബിൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. അതേപോലെ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവർക്ക് പള്ളികളുണ്ട്. നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്ത് തന്നെ ഉള്ളത്. പിന്നെ ക്രിസ്ത്യൻ സമുദായം ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും ഒരു സൗഹാർദ്ദത്തിലുള്ളൊരു ഏരിയയാണ് ഈ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവരെ നിയമങ്ങൾ പാലിക്കണം. അത് ഏത് ഇതിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തല മറക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും തല മറക്കണം. പിന്നെ അതിൽ ഏത് മതസ്ഥർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാം, ആർക്കും ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവം. അത് പൊതുവെ എല്ലാ ഗുരുദ്വാരയിലും അങ്ങനെ തന്നെയാണ്. ഇത് വളരെ വീതി കുറഞ്ഞ റോഡാണ്. വളരെ വീതി പറഞ്ഞാൽ ഒരു ബസ്സിന് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് സൈഡിൽ കൂടി പോകണം വേറെ വണ്ടി വരികയാണെങ്കിൽ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ആ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇതിലേ പോകുന്നുണ്ടല്ലേ. ഇതിപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ലെഫ്റ്റ് പാടത്തേക്ക് ചാടുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചാടിയ താഴത്തുണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ എത്തും. മറ്റൊരങ്ങനെ മെല്ലെ പോവാണ്. ഇത് വേറെ വൈക്കോലും ഉണ്ടാവുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലോറിയാണ് ഉണ്ടല്ലേ. വൈക്കോലൊക്കെ തന്നെ ചാടുന്നുണ്ട് പുറത്തേക്ക്. ഇപ്പോൾ വലിയ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രസമാണ് പഞ്ചാബിൽ. പക്ഷേ തണുപ്പ് സീസണിൽ വരണം. തണുപ്പ് സീസണിൽ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. തണുപ്പായാലും സഹിക്കാൻ പ്രയാസം തന്നെയാണ്. പക്ഷേ ജാക്കറ്റൊക്കെ ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടല്ലോ, ഇവിടുത്തെ വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി. ഇപ്പം നമ്മുടെ ബസ് ഏകദേശം അമൃത്സറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് അത്താരി സ്റ്റേഷൻ, അത്താരി എന്ന് പറഞ്ഞാൽ വേറൊരു ബോർഡറാണ്, വാഗാ ബോർഡർ. മുമ്പ് ഞാൻ അതിൻ്റെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു. ഈ അവിടുത്തെ ഒരു പരേഡൊക്കെ ഉള്ള സ്ഥലം. ആ ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും പരേഡ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ബോർഡറിൽ പരേഡും കാര്യങ്ങളൊന്നുമില്ല. ഈ ബോർഡറിലൂടെ അധികം യാത്ര ആളുകൾ കുറവാണ്. ഈ ദേരാ ബാബ നാനാക്കിലുള്ളതിലൂടെ കൂടുതലും മറ്റേതിലൂടെയാണ് പോവാറുള്ളത്. ഇപ്പോൾ അമൃത്സറിൽ അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വണ്ടിയാണ് ഈ കാണുന്നത്, ചെറിയൊരു ഓട്ടോ. അതിലൊരാൾക്ക് 10 റുപ്യാണ്. അതിങ്ങനെ ഷെയറായിട്ട് പോവുകയാണ്. അതിങ്ങനെ അത് ഇലക്ട്രിക്കലാണ് ഓടുക. അത് ജയ്പൂരും ഡൽഹിയിലും കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തുണ്ട്. ആകെ 50 റുപ്യക്ക് ഒരു ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ഇവർക്ക് ഓടാം. പൊതുവെ ഓട്ടോറിക്ഷകൾ കുറവാണ്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം. ഇപ്പോൾ സമയം 4:40 അയക്കുന്നത്. 4:30 എത്താന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടേക്ക് ആകെ ചളിവിളി അയക്കുന്നു. വെള്ളം മഴ പെയ്തിട്ട് ആകെ ചളിവിളി ആയതാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബസ് നിർത്തിയിട്ട് ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം. ഇവിടെ എല്ലാവരും ഈ ഷെയർ ഓട്ടോയിലാണ് യാത്ര ചെയ്യാറുള്ളത്. കാരണം അങ്ങനെയാണ് ഇവിടെ. അപ്പം ഇനി ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വെള്ളം കൊടുത്തിരുന്ന ഒരാളാണ്.
അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.